നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ബാർ സമയമാറ്റത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി നേരിട്ട്. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ വിളിച്ചു വരുത്തി. ഫയൽ നീക്കവും അസാധാരണ വേഗത്തിൽ. സമയമാറ്റം ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന രേഖകൾ. പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായമെന്ന് എക്സൈസ് മന്ത്രി. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലെന്ന് സതീശൻ. എതിർപ്പുമായി KCBCയും ഓർത്തഡോക്സ് സഭയും. PFI പരിശീലകനായിരുന്ന മൊയ്തീൻ കുട്ടി NIA പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. പിടിയിലായത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി അന്വേഷണം നടത്തുന്നതിനിടെ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തു. നടപടി കൈക്കൂലി വാങ്ങി എന്നതടക്കമുള്ള കുടുംബത്തിന്റെ ആരോപണത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും കണ്ഠരര് രാജീവർക്ക് ജാമ്യം. തന്ത്രിക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലെന്ന് നിരീക്ഷണം. ഉള്ളത് താന്ത്രിക അധികാരങ്ങൾ മാത്രമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. തന്ത്രി പുറത്തിറങ്ങുന്നത് 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ലെന്ന് ഇഡിക്ക് മുന്നിൽ ജയറാമിന്റെ മൊഴി. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VA അരുൺകുമാർ. പാർട്ടി തീരുമാനം അനുസരിക്കുമെന്ന് അരുൺ. കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ധീവരസഭ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് BJP എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ചയോടെ പ്രഖ്യാപിക്കുക. 30 മണ്ഡലങ്ങളിലെ പട്ടിക. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ പാലക്കാട്ടോ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്. വട്ടിയൂർക്കാവിൽ തീരുമാനമായില്ല. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച് മോഹൻ ഭഗവത്. ജനസംഖ്യ തകർച്ച തടയണമെന്നും ആഹ്വാനം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടി. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ED. നടപടിയെടുത്തത് സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി നൽകാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി നേരിട്ട്. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമയമാറ്റം എന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഇതിനിടെ പുറത്തുവന്നു. ബാർ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ വ്യക്തമാകുന്ന രേഖകളാണ്, ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട രേഖകളാണ് പുറത്തുവന്നത്. ടാക്സ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ മന്ത്രി MB രാജേഷ്, എക്സൈസ് മന്ത്രി MB രാജേഷിന്റെയും കൈവശമുള്ള ഫയൽ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ആ ഫയലിലാണ് പിന്നീട് തീരുമാനമെടുക്കുകയും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കിയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തത്. സംസ്ഥാനത്തെ ബാർ മുതലാളികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും വ്യക്തമാവുകയാണ്. ഇന്നലെ സർക്കാർ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് സംസ്ഥാനത്തെ ചില ഭാഗങ്ങൾ, അതായത് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ബാറുകൾ രാവിലെ 10 മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കുമ്പോൾ മറ്റിടങ്ങളിൽ അത് 11 മുതൽ 11 വരെയാണ്. അടുത്തടുത്ത പ്രദേശങ്ങളിൽ ഇങ്ങനെ സമയത്തിലെ വ്യത്യസ്തത വരുന്നത് ആശങ്കകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സമയം ഏകീകരിക്കുകയായിരുന്നുവെന്നാണ് ഇന്നലെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനത്തിൽ നികുതി വകുപ്പ് വ്യക്തമാക്കിയത്. എന്നാൽ അതല്ല, ബാർ ഉടമകളുടെ ദീർഘകാലം ആവശ്യം പരിഗണിച്ചു തന്നെയാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട രേഖകൾ. അവിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലും വ്യക്തമാവുകയാണ്. മുന്നണിയിലും അതുപോലെ തന്നെ മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്ത വിമർശനം ഉയർന്നു വരുമ്പോൾ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത് നേരത്തെ തന്നെ നയപരമായ തീരുമാനമെടുത്ത വിഷയമാണ്. അതിൽ ഇനി വകുപ്പുകൾക്ക് മാത്രം തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ മുന്നണിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ അനുമതി വേണ്ട എന്ന നിലപാടാണ് ഇടതുമുന്നണി കൺവീനർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. മദ്യനയം നേരത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവാദി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ വിവാദം ഉള്ള ഒരു കാര്യവും എൻ്റെ ശ്രദ്ധയിലില്ല. സാധാരണഗതി നിയമപരമായ കാര്യങ്ങൾ അതത് വകുപ്പ് ചെയ്യുന്നതായിരിക്കും. വിവാദം ഉണ്ട ഒരു കാര്യവും ഗവൺമെൻറ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ ആ സെമിനാർ കേട്ടിട്ട് പറഞ്ഞത്. ഇല്ല, ഇതുപോലുള്ള പൊതുകാര്യങ്ങൾ അതത് വകുപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദമായ കാര്യങ്ങൾ കിട്ടും. നിയമപരമല്ലാത്തൊരു കാര്യവും ഒരു വകുപ്പും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അതിൻ്റെ വകുപ്പിൻ്റെ റൂളും ഇതൊക്കെ അനുസരിച്ചുള്ള കാര്യമായിരിക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ല, പല കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ കാര്യങ്ങൾ അങ്ങനെ വരേണ്ടതല്ല. നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ചോളൂ. നിയമപരമല്ലാത്തൊരു കാര്യവും ഇത്തരം കാര്യങ്ങളില്ല. നിയമത്തിനകത്തുനിന്നുള്ള കാര്യങ്ങളല്ലാതെ ഒരു കാര്യം കാണത്തില്ല. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാർ എന്ന് അടിക്കടി പറയുന്ന പിണറായി സർക്കാരാണ് തുടർച്ചയായി ബാറുകൾക്ക്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ഈ രണ്ട് സർക്കാരിന്റെ കാലങ്ങളിലും അനുമതി നൽകിയത്. അതിന് പിന്നാലെ സമയ മാറ്റം കൂടി വരുമ്പോൾ അത് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മദ്യ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണെന്ന വിമർശനം ശക്തമാവുകയാണ്. മാത്രമല്ല, ബാർ മുതലാളികളുമായുള്ള ഡീൽ എന്ന വിമർശനവും ഈ ഘട്ടങ്ങൾ ഉയർന്നു വരുന്നു. പ്രതിപക്ഷ വിഷയത്തിൽ ആ രീതിയിലാകാം ഒരുപക്ഷെ സർക്കാരിനെതിരെ നിലപാടെടുക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്തുള്ള ഈ തീരുമാനം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ? പ്രത്യേകിച്ചും ഇതുമായി മദ്യവിരുദ്ധ സമിതികളും അതുമായി ബന്ധപ്പെട്ട സഭകളും ഒക്കെ സർക്കാർ നിലപാടിനെതിരെ ശക്തമായ വിമർശനം രംഗത്ത് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. മുന്നണിക്കുള്ളിലും അത്തരം ചില ആശങ്കകളുണ്ടെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബാറുകളുടെ സമയം നീട്ടിയതിനെതിരെ പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും രംഗത്തെത്തി. സമയമാറ്റത്തിൽ ദുരൂഹതയുണ്ടെന്നും മന്ത്രിസഭയിൽ ചർച്ചയില്ലാതെയാണ് തീരുമാനമെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ള ഒരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നായിരുന്നു KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതികരണം. തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് തീരുമാനമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. 24 മണിക്കൂറും മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സർക്കാർ നൽകുവാനായി ശ്രമിക്കുന്നത്. തീർച്ചയായും ടൂറിസത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ ഒരു തലമുറയെയും വിറ്റ് ഖജനാവ് വീർപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമമെന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ബാർ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു തലമുറയെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നേരെ സർക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും ബാർ മുതലാളിമാരുടെ നിവേദനങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം അത് തിരിച്ചറിയും. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വേദന അനുഭവിക്കുന്ന തലമുറകളും അതോടൊപ്പം തന്നെ അടുത്ത തലമുറയുടെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ള കേരളത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ, കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ, കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും. യാതൊരു വിധമായ സംശയവുമില്ല. സംസ്ഥാനത്തെ ബാറുകളുടെ സമയക്രമം ഏകീകരിച്ചത് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്താണെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പ്രതിപക്ഷവുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഇതിനോട് യോജിക്കുന്നുവെന്നാണ് അറിയിച്ചത്. ബാറുകളുടെ സമയമാറ്റം പുതിയ തീരുമാനമല്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ 10 മണി മുതൽ 12 മണി വരെയാണ് സമയം. ആ സമയക്രമം മറ്റ് സ്ഥലങ്ങളിൽ കൂടി ബാധകമാക്കി ബാറുകളുടെ സമയം ഏകീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി വിശദീകരിച്ചു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്.
നിങ്ങൾ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ്. കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത്. പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിക്കട്ടെ. വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി, ദ്വാരപാലക കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയതോടെ തന്ത്രിക്ക് പുറത്തിറങ്ങാം. തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനായില്ലെന്ന കോടതിയുടെ പരാമർശം SITക്ക് വലിയ തിരിച്ചടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ മറ്റു ജാമ്യവും ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അറസ്റ്റിലായി 90 ദിവസത്തിനകം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ആളായി തന്ത്രി മാറി എന്നുള്ളതാണ്. മുൻപ് ശ്രീകുമാറിനായിരുന്നു ജാമ്യം ലഭ്യമായത്. മറ്റ് 4 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭ്യമായത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസ് കോടതി ജാമ്യം ലഭ്യമായത്. ഈ സമാനമായ സംഭവം തന്നെയാണ് ഇന്നും ഉണ്ടായത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലുമാണ് തന്ത്രി പ്രതിയായിട്ടുള്ളത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയമേൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. തുടർന്നാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം ലഭ്യമായി. തന്ത്രിക്ക് ഇനി ജയിൽ മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തന്ത്രിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പ്രോസിക്യൂഷൻ അടക്കം ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ തന്ത്രി ദേവന്റെ അനുജ്ഞ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും മറ്റു പ്രതികളുടെ മേൽ ചുമത്തിയ കേസുകളൊന്നും തന്നെ തന്ത്രിയുടെ മേൽ ചുമത്തരുത് എന്നുമാണ് പ്രതിഭാഗം കോടതിയെ വാദിച്ചത്. എന്തായാലും ഇരുഭാഗത്തിൻ്റെയും വാദം പൂർത്തിയായ ശേഷമാണ് വാദികളോടെ കേസിൽ ജാമ്യം ലഭ്യമായിരിക്കുന്നത്. വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് ED മുൻപാകെ നടൻ ജയറാമിന്റെ മൊഴി. പോറ്റിയുടെ അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നുവെന്നും വീട്ടിൽ പൂജ നടത്തിയവർക്ക് ചെറിയ തുക ദക്ഷിണയായി നൽകുക മാത്രമാണ് ചെയ്തതെന്നും ജയറാം മൊഴി നൽകി. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിപ്പിക്കാനാണ് ED തീരുമാനം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു രീതിയിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജയറാം EDക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ജയറാമിനെ ED ചോദ്യം ചെയ്തത്. പ്രധാനമായും തന്നെ ജയറാമിന്റെ മൊഴികളിൽ പറയുന്നത് തനിക്ക് സാമ്പത്തികമായോ മറ്റു തരത്തിലോ യാതൊരു ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇല്ല. ഉള്ളത് തന്റെ വീട്ടിൽ വന്ന് പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ താൻ വലിയ സാമ്പത്തികമോ സഹായമോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒരു ചെറിയ ദക്ഷിണ മാത്രമാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ഇടപാടുകൾ, കാര്യങ്ങൾ ഒന്നും തനിക്കില്ല. താൻ ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത്. മറ്റിടങ്ങളിൽ വെച്ചുള്ള പരിചയങ്ങൾ ഒന്നും തന്നെ തനിക്കില്ല. ഈ രീതിയിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് തനിക്കറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വസ്തുതകൾ, അവിടെ വലിയ രീതിയിലുള്ള സ്വർണ്ണ കവർച്ചയും മറ്റും നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന വസ്തുതകളെല്ലാം താൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തനിക്കറിയില്ലായിരുന്നു. പോറ്റിയുമായിട്ട് മറ്റൊരു കാര്യവും സംസാരിച്ചിട്ടും താനില്ല. ഇതൊന്നും അറിയാതെ തന്നെയാണ് തനിക്ക് ഇയാളുമായിട്ട് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സൗഹൃദമെന്ന് പറയുന്നത്. അത് പേരിന് മാത്രമുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു. മറ്റിടപാടുകളൊന്നും തന്നെ അയാളുമായിട്ടില്ല, പോറ്റിയുമായിട്ടില്ല. യാതൊരു രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളോ മറ്റിടപാടുകളോ ഒന്നും നടത്തിയിട്ടില്ല. ആകെയുള്ളത് വീട്ടിൽ നടത്തിയ പൂജയ്ക്ക് ഒരു ചെറിയ ദക്ഷിണ നൽകുക എന്നത് മാത്രമാണ് താൻ നൽകിയിട്ടുള്ളതെന്നാണ് ജയറാം EDക്ക് നൽകിയ മൊഴിയിലെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ ഈ കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. ജയറാം പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതകളുണ്ട് എന്നതെല്ലാം തന്നെയാണ് ED പരിശോധിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിച്ചു വരുത്തും എന്നതാണ് ED പറയുന്നത്. അത് ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും. ഇന്നലെ അധിക സമയം, സാധാരണ രീതിയിൽ വളരെയധികം സമയം ചോദ്യം ചെയ്യലിലേക്കെല്ലാം തന്നെ പോകാറുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്നാൽ ജയറാമിന്റെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പെട്ടെന്ന് അവസാനിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ ജയറാം പറഞ്ഞിരുന്നത് തന്നിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അവർക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് താൻ തിരികെ പോകുന്നതെന്നെല്ലാം ജയറാം പറയുകയും ചെയ്തിരുന്നു.
ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണങ്ങൾ തുടരുകയാണ്. ജയറാം ഉൾപ്പെടെ മറ്റു പലരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കം നടത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ഇതുവരെയും ആരുടെയും അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി രേഖപ്പെടുത്തിയിട്ടുമില്ല. ഏതായാലും വൈകാതെ അതിലേക്കെല്ലാം നീങ്ങുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതായാലും ഈ ജയറാമിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാം തനിക്ക് അറിയാവുന്ന വസ്തുതകൾ പറഞ്ഞു എന്ന് തന്നെയാണ് ജയറാം പറയുന്നത്. മറ്റിടപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് താൻ വ്യക്തമാക്കുകയും ചെയ്തു. ആവശ്യമെങ്കിൽ ജയറാമിന്റെ മൊഴി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും എന്നതാണ് ഇഡിയുടെ നിലപാട്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സ്ഥാപനങ്ങൾക്കെതിരായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവരെ തട്ടിപ്പിലെ കൂട്ടാളികളായി കണക്കാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സേവ് ബോക്സ് ലേല ആപ്പിനെ സാധാരണക്കാർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ അഭിനയിച്ചെന്ന ആരോപണത്തെ തുടർന്ന് നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തത്. ഈ ആപ്പ് വഴി നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യയ്ക്ക് സമയവും അനുവദിച്ചിരുന്നു. ഇതിനിടയിൽ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും തട്ടിപ്പിലൂടെ സമ്പാദിച്ച തുക ജയസൂര്യ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾ ക്രയവിക്രയത്തിന് നടത്താൻ നടന് സാധിക്കുകയും ചെയ്യില്ല. 180 ദിവസത്തേക്കാണ് ഈ നടപടി ഉള്ളത്. 100ഓളം പേരിൽ നിന്നും കോടികൾ തട്ടിച്ചതിന് തൃശൂർ സ്വദേശിയായ സാദിഖ് റഹീമിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് 2023 അറസ്റ്റ് ചെയ്തത്. PFI പരിശീലകനായിരുന്ന മൊയ്തീൻ കുട്ടി NIA പിടിയിലായി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് NIA ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് തെരച്ചിൽ തുടരുന്നതിനിടെയാണ് മൊയ്തീൻ കുട്ടിയുടെ അറസ്റ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടിയെ NIA ആണ് അറസ്റ്റ് ചെയ്തത്. ആയുധ പരിശീലന കേസിലാണ് അറസ്റ്റ്. മൊയ്തീൻകുട്ടി 2022 മുതൽ ഒളിവിലായിരുന്നു. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്ത കേസിൽ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഇയാൾ. മൊയ്തീൻകുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർക്ക് 7 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. PFI നിരോധിക്കുകയും രാജ്യവ്യാപകമായ റെയ്ഡ് നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് മൊയ്തീൻകുട്ടി വിദേശത്തേക്ക് കടന്നത്. വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ പ്രതി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ NIA സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. PFI തീവ്ര. ന്യൂസ് 18 കൊച്ചി. ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചുവെന്ന പരാതിയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന് സസ്പെൻഷൻ. ഡോക്ടർ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്ന കുഞ്ഞിന്റെ അച്ഛന്റെ ആരോപണത്തിലും വ്യാപക പ്രതിഷേധത്തിനു പിന്നാലെയാണ് നടപടി. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട്, അതായത് പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെടുത്ത നവജാത ശിശു ഉടൻ തന്നെ മരണപ്പെടുകയും തുടർന്ന് ഈ യുവതിയുടെ ബന്ധുക്കളും മറ്റും ഈ ഡോക്ടറെയും മറ്റും തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ഈ ഒരു ഡോക്ടർ ബിന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നായിരുന്നു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. പ്രധാനമായും ഈ ഒരു കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ ഒരു ശസ്ത്രക്രിയ സിസേറിയയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നടക്കം കുട്ടിയുടെ തലയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു. അതൊക്കെയാണ് മരണകാലത്തിന് തുടക്കത്തിൽ തന്നെ ഡോക്ടർ കാര്യമായി പറഞ്ഞ വിശദീകരണം. പക്ഷേ ഇതൊന്നും ഇതിന് മുൻപ് നടത്തിയ സ്കാനിങ്ങിലും മറ്റും തിരിച്ചറിയാൻ സാധിച്ചില്ല. അതെന്തുകൊണ്ട് സാധിക്കാതെ പോയി, എന്തുകൊണ്ട് കുട്ടിയുടെ മരണത്തിന് കാരണമായി എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം രാത്രി 12 മണി വരെ പ്രതിഷേധവും പിന്നീട് ഈ ഒരു ഡോക്ടറെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഡോക്ടർക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനു മുൻപും 2 ആഴ്ചക്ക് മുൻപടക്കം സമാന രീതിയിലുള്ള സാഹചര്യങ്ങൾ, സമാന രീതിയിലുള്ള ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ടുള്ള പരാതികൾ ആരോഗ്യവകുപ്പിന് മുൻപാകെ ലഭിച്ചിട്ടുണ്ട്. അതിനു മുൻപും അതായത് ഒരു ചികിത്സാ പിഴവിൻ്റെ പരമ്പര തന്നെ ഈ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഇരയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കുഞ്ഞുവെന്നാണ് കുടുംബത്തിൻ്റെയും അവിടെ പ്രതിഷേധിച്ച രാഷ്ട്രീയ കക്ഷികളുടെ അടക്കം ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഉയർത്തി കാണിച്ചത്. പ്രധാനമായും രാഷ്ട്രീയ കക്ഷികളുമൊപ്പം കുടുംബവുമായിരുന്നു നെടുമങ്ങാട് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. തുടർന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ കുടുംബവുമായി ചർച്ച നടത്തിയെങ്കിലും താൽക്കാലിക
താൽക്കാലിക നടപടി എന്ന രീതിയിൽ ഈ ഡോക്ടറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പക്ഷേ ആ നടപടിയിൽ ഒതുക്കാൻ പറ്റില്ല. ഇത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം, കൂടുതൽ കർശന നടപടി ഉണ്ടാകണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. തുടർന്നും ഈ ഒരു ബോഡി, അതായത് കുഞ്ഞിൻ്റെ മൃതശരീരം അവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും വിട്ടു നൽകാൻ സമ്മതം അറിയിക്കാതെ കുടുംബം അവിടെ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൂലി ആരോപണം അടക്കം വരുന്നത്. അതായത് 2 തവണയായി 5000 രൂപ ഈ സ്വകാര്യ പ്രാക്ടീസിങ്ങിൻ്റെ ഭാഗമായി ഈ ഡോക്ടർ വാങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ ലേബർ റൂമിലേക്ക് യുവതി പ്രവേശിക്കുമ്പോൾ, അതായത് ലേബർ റൂമിലേക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് രോഗികളെത്തുമ്പോൾ കൈക്കൂലിയായി 4000 മുതൽ 5000 രൂപ വരെ വാങ്ങുന്നൊരു ശീലമുണ്ട്. അത് കൊടുക്കാത്തത് കാരണമാണോ ഈ ഒരു ചികിത്സയിൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായതെന്നടക്കം ഗുരുതരമായ ആരോപണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു കൈക്കൂലി ആരോപണവും ഒപ്പം ചികിത്സാ പിഴവും അടക്കം ആരോപണങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് കർശനമായി നടപടിയെടുത്തത്. ഇതിനൊപ്പം തന്നെ സമാന്തരമായി SIT നിന്നുള്ള വിദഗ്ധ സംഘം ആയിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ഡോക്ടർമാർ ഈ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ, ഡോക്ടർ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇതിന് മുൻപുണ്ടായ ചികിത്സാ പിഴവുകളടക്കം ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയാലും നാളെ തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിക്കും. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. തങ്ങൾ പാർട്ടി കുടുംബമാണ്, മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല, പാർട്ടി എടുക്കുന്ന തീരുമാനം അനുസരിക്കും. VSന്റെ മുൻ PA സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും അരുൺകുമാർ പറഞ്ഞു. ഇതുവരെ ഒന്നും ആലോചിച്ചില്ല അതിനെപ്പറ്റി. സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ പാർട്ടി മലമ്പുഴയിൽ പരിഗണിക്കുന്നത് അങ്ങനെയാണെന്നാണ് എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. സുരേഷ് മത്സരിക്കുന്നുണ്ടോ? ഏകദേശം കോൺഗ്രസിന്റെ അനൗൺസ് ചെയ്തോ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചേ. അല്ല, ഓ എനിക്കറിയില്ല അത്. ഓ എനിക്കറിയില്ല അത്. നമ്മളെല്ലാം രാഷ്ട്രീയ കുടുംബമല്ലേ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കാൻ നീക്കം. RSSുമായി ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപിക്കാനാണ് കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടും കായംകുളത്തുമുണ്ട്. വട്ടിയൂർക്കാവിലെ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെയാണ് വളരെ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി യോഗം ചേരുകയും അതിൽ പ്രഭാരിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്ത് 30ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക പട്ടിക അത് അടുത്ത ആഴ്ചയോടുകൂടി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഇതിൽ A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയാണ്. 30 A ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളോട് സജീവമാകാൻ നിർദ്ദേശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, വട്ടിയൂർക്കാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും BJPക്ക് 1ാം സ്ഥാനത്ത് വോട്ടർ എണ്ണത്തിൽ വന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിരവധി സ്ഥാനാർത്ഥികൾ കണ്ടുവെക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് BJP മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ 2 മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കായംകുളമാണ്. ശോഭാ സുരേന്ദ്രനും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് മത്സരിക്കാനാണ് കൂടുതലായി താല്പര്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് BDJSന് സീറ്റാണ്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ ഇതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ കായംകുളത്ത് ശോഭ മത്സരിക്കും എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു സീറ്റായി ശോഭയ്ക്കായി പരിഗണിക്കുന്നത് പാലക്കാടാണ്. കായംകുളം നടന്നില്ലെങ്കിൽ പാലക്കാടും ശോഭയ്ക്ക് താല്പര്യമുള്ള മണ്ഡലമാണ്. അങ്ങനെ പാലക്കാട്ടും കായംകുളത്തും ശോഭയുടെ പേരുൾപ്പെടുത്തിയാണ് ഇപ്പോൾ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് മണ്ഡലത്തിൽ അഥവാ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചില്ല എങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് രണ്ടാമതായി പരിഗണനയിലുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നേമം മണ്ഡലത്തിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും സർപ്രൈസുകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പേര് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജോലി തുടങ്ങിയതാണ്. വി മുരളീധരന്റെ പേരാണ്. കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് ഉണ്ടാകും. ഒപ്പം ചെങ്ങന്നൂരിൽ ബി.ജെ.പിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ സൗത്ത് പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഉറപ്പായും മത്സരിക്കും. സുരേന്ദ്രൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആറന്മുളയിലും ഒപ്പം ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ പേരാണ് സജീവമായി ഉള്ളത്. കുമ്മനം തന്നെ മത്സരിക്കും. മറ്റു പേരുകളൊന്നും ആറന്മുളയിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാലയിൽ ഷോൺ ജോർജ്, ബി.ജെ.പിയിലേക്ക് അടുത്ത സമയത്ത് വന്ന പി സി ജോർജിന്റെ മകൻ കൂടിയായ ഷോൺ ജോർജ് മത്സരിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അനൂപിന്റെ പേര് മാറ്റമുണ്ടാകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. എം.ടി. രമേശിന്റെ പേര് തൃശ്ശൂരിലും കോഴിക്കോടിലും ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ജേക്കബ് തോമസ് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം വീടെടുത്ത് അവിടെ താമസമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇരിങ്ങാലക്കുടിയിലേക്ക് ജേക്കബ് തോമസ് മാറിയാൽ ഒരുപക്ഷെ തൃശ്ശൂരിലേക്ക് എം.ടി. രമേശ് വരും. ഇല്ലെങ്കിൽ എം.ടി. രമേശിന് സാധ്യതയുള്ളത് കോഴിക്കോടാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്രയും പേരുകളാണ് ഇതിനകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. അതിനു മുൻപ് RSS നേതൃത്വവുമായി ഒരു കൂടിയാലോചനയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കോർ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. RSSന്റെ കൂടി പരിഗണന വെച്ചാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഇതിലേതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേരിൽ RSSന് അതൃപ്തി ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി മാറുന്ന പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന് BDJS ആണ്. 30 സീറ്റുകൾ BDJS ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 2020 6 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എറണാകുളത്ത് കൂടുതൽ സീറ്റുകൾ 2020 കൊടുക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. സമീപത്തെ ചില ജില്ലകളിലും ഒരുപക്ഷെ അവർക്ക് സീറ്റുകൾ നൽകിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതനുസരിച്ചുള്ള തീരുമാനം അടുത്ത ആഴ്ചയോടെ ഉണ്ടാകും. അതിനു മുൻപ് തന്നെ BJPയുടെ പ്രാഥമിക പട്ടിക അത് പുറത്തുവിടാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന R. രശ്മി BJPയിലേക്കെന്ന സൂചന. BJP നേതാക്കൾ രശ്മിയുടെ ഭർത്താവുമായി ചർച്ച നടത്തി. മുൻ MLA ആയിഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലെത്തിയതോടെ രശ്മിക്ക് ഇക്കുറി അവിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് വന്നതോടെയാണ് BJP രശ്മിയെ സമീപിച്ചത്. BJPയിൽ ചേർന്നാൽ കൊട്ടാരക്കരയിൽ രശ്മി NDA സ്ഥാനാർത്ഥിയായേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായെന്നും ഇത് പാർട്ടി തീർക്കണമെന്നുമുള്ള രശ്മിയുടെ വാദം കോൺഗ്രസ് തള്ളുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും കൊടിക്കുന്നിൽ സുരേഷുമായും ഈ വിഷയത്തിൽ രശ്മി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെതിരെ ധീവരസഭ. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം സമുദായത്തെ അവഗണിക്കുന്നുവെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ പറഞ്ഞു. ധീവരസഭ കൂടുതൽ അടുപ്പം പുലർത്തിയത് കോൺഗ്രസുമായാണ്. എന്നാൽ ആ ഒരു പരിഗണന ഇപ്പോഴില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയാണ് തങ്ങളെ കൂടുതൽ പരിഗണിച്ചതെന്നും ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ പറഞ്ഞു. ഈ കോൺഗ്രസിനോട് ഞങ്ങളുടെ അടുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ളവർ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ കാണിക്കാറില്ല. കോൺഗ്രസ് തന്നെ ചെയ്തത് എന്താണ്, ഒരു ജയിക്കുന്ന മണ്ഡലം തരണ്ടേ. ജയിക്കുന്ന മണ്ഡലം ഒഴിവാക്കിയിട്ട് പിന്നെ 30,000 വോട്ട് ജയിച്ച LDF ജയിച്ച മണ്ഡലമാണ് നമുക്ക് പിന്നെ കയ്പമംഗലം. അപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൊടുക്കണം, പക്ഷെ കൊടുക്കുന്നതിലൊരു സന്തുലിതാവസ്ഥ പാലിക്കണം. അല്ലാതെ ചിലർക്ക് മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കുക, ചിലർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള നയം സ്വീകരിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷമായി മുഖ്യമന്ത്രി കൊടുത്ത നിവേദനങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം 3 മുന്നണിയില്ലേ കേരളത്തിൽ? 3 മുന്നണിയാണ്. പണ്ട് 2 ഉണ്ടായിരുന്നു, ഇപ്പം 3 BJP NDA കൂടെ വന്നു. അപ്പോൾ 3 മുന്നണിയാകുമ്പോൾ അല്പം ഒരു ബാർഗെയിനിങ് പവർ ഞങ്ങൾക്ക് വർദ്ധിക്കും. കാരണം ഇവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരോട് പോകും എന്നൊരു ധാരണ വന്നാൽ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിക്കുന്ന ഞാൻ കണ്ടു. ഇതുവരെ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ഥാനത്തോടെ കിട്ടി. കാരണം ഈ BJP ഇവിടെ രംഗത്ത് വന്നപ്പോൾ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വർദ്ധിച്ചു. അവരിപ്പോൾ തീരമേഖല പരിഗണിക്കുന്നു.
ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരാളുണ്ട്, രമേശ് ചെന്നിത്തലയുള്ളൂ. ബാക്കി സതീശനായാലും ഇപ്പോൾ KPC പ്രസിഡന്റ് ആയാലും സുധാകരൻ എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ പഴയ പോലെയുള്ളൊരു സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും കാണിക്കുമല്ലോ സ്നേഹം. ആ സ്നേഹമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് മാന്യമായ പരിഗണന ഇത്തവണ കിട്ടണം. കോഴിക്കോട് കുറ്റ്യാടിയിലെ കോൺഗ്രസ് പരിപാടിയിലുണ്ടായ സംഘർഷത്തിനിടെ താൻ നിലത്ത് വീണിട്ടില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഷാഫി വൈകാരികമായാണ് പ്രതികരിച്ചത്. സ്വയം നിയന്ത്രണം വേണമെന്ന് താൻ ഷാഫിയോട് പറഞ്ഞുവെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. വീണ് പോയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ? അതെനിക്കറിയാം. നിങ്ങളുടെ ക്യാമറ കൊണ്ട് കാണുന്നതല്ലേ? ക്യാമറ കൊണ്ട് കാണുന്നത് എനിക്ക് വല്ലതുണ്ടോ? ഞാനങ്ങനെ വീണ് പോയിട്ടുണ്ടോ? നിങ്ങൾ പറയും. വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിലുണ്ടായ ആരെങ്കിലും ഒരാൾ, എന്നെപ്പോലെ ഒരാൾ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണ്ടേ? ആരും വന്നില്ല. എന്താ കാര്യം? അത്രയും ഞാനൊരു അനഭിമതനായ ആളായതുകൊണ്ടാണ് ആരും കൊണ്ട് പറയുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ്? ഞാൻ അവിടെ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ക്യാമറാമാൻമാരെല്ലാം ഇങ്ങോട്ട് ഓടിയെത്തും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എൻ്റെ തലതിൽ വരണ്ട. ഞാൻ എൻ്റെ സീറ്റിൽ സോഫയിൽ ഇരുന്നാണ്. സോഫ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു നല്ല സോഫയായിരുന്നു. ആ സോഫയിൽ ഞാൻ ഇരുന്നു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ യാതൊരു തരത്തിലില്ലാത്ത അനവസരത്തൊരു കമൻറ്റായി മാത്രമായി പോയത്. അത് ഇറ്റ് ഇസ് ഇൻ ബാഡ് ടേസ്റ്റ്. അയ്യോ, അല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനീ പറഞ്ഞില്ലേ, സ്കഫിൾ നിൽക്കുന്ന അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇത് മാത്രമേ സീറ്റുള്ളൂ. ആ സീറ്റിൽ ഇരുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വേണ്ടിയിരുന്നില്ല. അത് സ്ക്രൂവൽ ഓൺ യുവർ പാർട്ട്. അല്ല, മൈക്കിന് വേണ്ടിയിട്ട് കടിപിടിയൊന്നും കൊടുത്തില്ല. അത് പറയരുത്. അതിന്റെ വ്യാഖ്യാനം ഒന്നും കൊടുക്കരുത് പ്ലീസ്. അതല്ല. കാരണം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിട്ടില്ല ഒരു ക്ഷോഭം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു യു ആർ ക്വൈറ്റ് യങ്. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ഉപയോഗിച്ച വാക്കാത്. അത് കേൾക്കൂ. അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭമായിട്ട് മാത്രമേ എന്നെ കാണുള്ളൂ. അടുക്കളയിൽ കയറി പോകുന്നത് കണ്ടാൽ ആദ്യമായാണ് കപ്പയും മത്തിയും ഒക്കെ കാണുന്നതെന്ന് തോന്നും. കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കും വോട്ടില്ലെന്ന കാര്യം KC വേണുഗോപാലിന് അറിയില്ലേ എന്നും ശിവൻകുട്ടി ചോദിച്ചു. KC വേണുഗോപാൽ അടുക്കളയിൽ കയറി പോകുന്ന കണ്ടാൽ തോന്നുന്നു ആദ്യമായിട്ടാണ് കപ്പയെ കാണുന്നത്. എന്നിട്ട് ഒരു മത്തി എടുത്ത് ഇങ്ങനെ നോക്കി നോക്കുക. കപ്പ ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. അടുക്കള ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. പിന്നെ മത്തി ആദ്യമായിട്ടാണ് വേണുഗോപാൽ കാണുന്നത്. ഈ കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കൊന്നും ഹോട്ടലിലെന്നുള്ള അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ. ക്രൈസ്തവ സഭകളുടെ പരാതിക്ക് പരിഹാരം കാണാനാണ് സർക്കാർ നീക്കം. NSSന് ലഭിച്ച ആനുകൂല്യം എല്ലാ മാനേജ്മെന്റുകൾക്കും നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. നിയമനാംഗീകാരം നൽകാൻ സർക്കാർ ഉത്തരവിറക്കി. 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും. 20,000-ഓളം അധ്യാപകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇതിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ഓളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ്. നിയമനാംഗീകാരം പ്രപ്പോസലുകൾ 2 ആഴ്ചക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപക സംവരണ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് വൈകി വന്ന വിവേകമെന്ന ഓർത്തഡോക്സ് സഭ. ഇപ്പോൾ എടുത്ത തീരുമാനം നേരത്തെ തന്നെ നടപ്പാക്കാമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ഡിയസ്കോറസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇപ്പോഴത്തേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രീണനമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. NSSന് ലഭിച്ച ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കണമെന്ന് മുൻപ് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് അറിയില്ലെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിലെ പുതിയ തീരുമാനത്തിൽ സർക്കാരിന് നന്ദി പറഞ്ഞ് ചങ്ങനാശ്ശേരി അതിരൂപത. വൈകിയാണെങ്കിലും അനുഭാവപൂർണമായ തീരുമാനമുണ്ടായതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറയുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇപ്പോഴെങ്കിലും തീരുമാനമുണ്ടായതിൽ ആശ്വാസമുണ്ട്. ഉത്തരവിറങ്ങിയാൽ മാത്രമേ എന്താണ് വ്യവസ്ഥകൾ എന്നറിയാൻ സാധിക്കൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കുറച്ചുകൂടെ നേരത്തെ തന്നെ അത് അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വൈകിപ്പോയി എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ലഭിച്ചല്ലോ എന്നുള്ളതിൽ വലിയൊരു ആശ്വാസമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാമായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു. നമ്മൾ 100 കണക്കിന് അധ്യാപകരെ സമരത്തിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒത്തിരി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപകർ സമരം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അത് ദൗർഭാഗ്യകരമായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. ഇലക്ഷൻ മുൻനിർത്തിയാണെങ്കിൽ പോലും
ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് 22,000-ഓളം വരുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവർ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കും എല്ലാം ആശ്വാസകരമാണ്. അത് നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. രാജ്യത്ത് ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന പ്രവർത്തിക്കുന്ന സംസ്ഥാനമായിട്ടും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം വർഗീയ സംഘർഷമുണ്ടായിട്ടില്ല. LDF ഭരിക്കുന്നതാണ് കാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ 10 വർഷമായി വർഗീയ കലാപങ്ങളില്ല, വർഗീയ സംഘർഷങ്ങളില്ല. അത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യം. പക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ കേരളത്തിലാണ് ചില വർഗീയ സംഘടനകളുടെ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ രൂപമുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇതൊന്നുമില്ലാത്ത പൂർണ്ണ ശാന്തമായ സമാധാനപരമായ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു നാട് എന്ന നിലക്ക് നമ്മുടെ നാട് നിൽക്കുന്നു. അതിന് ഇടയാക്കിയത് LDF ആണ് കേരളം ഭരിക്കുന്നത് എന്നാണ്. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഒരാൾ കേരളീയനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃകയിലാണ് നേറ്റിവിറ്റി കാർഡ് നൽകുക. കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുന്ന വിധത്തിലുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SIT-യുമായി ബന്ധപ്പെട്ടു. വ്യവസായവുമായി ബന്ധപ്പെട്ട നഷ്ടമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ബാഹ്യപ്രേരണയോ ആത്മഹത്യയ്ക്ക് കാരണമായോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SIT-യുടെ നിലപാട്. CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ദുരൂഹത തുടരുന്നത് CJ റോയ് എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തതെന്നാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അറിയേണ്ടത്. എന്തായാലും IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമല്ല എന്ന് കമ്പനി തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് കേരള പോലീസ് SIT-യുമായി ബന്ധപ്പെടുന്നത്. കേരളത്തിലെ 2 SP-മാർ ഈ അന്വേഷണത്തിലെ ചില വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക SIT-യെ സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് അന്വേഷണം അവസാന ഘട്ടത്തിലായതിനാൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല. അത് ഏതെങ്കിലും വിധത്തിൽ ചോർന്നു കഴിഞ്ഞാൽ അന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുകൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുണ്ടെങ്കിൽ മാത്രം വിവരങ്ങളോ മറ്റ് അനുബന്ധ കാര്യങ്ങളോ നൽകാം എന്നാണ് SIT SP-മാരോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലും ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം SIT നടത്തിയ സാഹചര്യത്തിലാണ് കേരള പോലീസും ഇതിലേക്കൊരു അന്വേഷണത്തിന്റെ ഭാഗമായി കടക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇനി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പോടുകൂടി SIT-യെ സമീപിച്ചു കഴിഞ്ഞാൽ SIT എന്തായാലും CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ കൈമാറാനുള്ള സാഹചര്യവുമാണ് മുന്നിലുള്ളത്. SIT കേരളത്തിലും എത്തി ഈ കമ്പനിയിലെ MD അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു, അവരുടെ മൊഴിയെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരള പോലീസും ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് നടക്കുന്നത്. എന്തായാലും CJ റോയിയുടെ ആത്മഹത്യ എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് SIT നൽകുന്ന മറുപടിയും. സമരം കടുപ്പിക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. നാളെ മുതൽ എമർജൻസി സർജറി ഒഴികെയുള്ള സേവനങ്ങൾ ഉണ്ടാവില്ല. ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് KGM-CTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്ന റബീഗം ആരോപിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ പൊതുജനമാണ് അത് ചോദിക്കേണ്ടത്. പൊതുജനത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അപ്പൊ ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസസ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസം, അതായത് മുന്നേ എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എമർജൻസീസ് ഒന്നും ഞങ്ങൾ ഒരിക്കലും ഇന്നേ വരെ ഞങ്ങൾ അതിൽ എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹവുമില്ല.
അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇവര് ചെയ്യുന്നത് ചെയ്യട്ടെ നോക്കാം എന്നുള്ളൊരു. നാളെ മുതൽ അക്കാഡമിക് ബോയ്ക്കോട്ടും OP ബോയ്ക്കോട്ടും നിരാഹാര സമരവും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ടീവ് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ മുൻകൂട്ടി തീയതി കൊടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പൊ അതൊന്നും നാളെ മുതൽ ഉണ്ടായിരിക്കില്ല. എമർജൻസി സർജറീസും കാഷ്വാലിറ്റിയിലുള്ള കേസുകൾ, ICUകൾ, ലേബർ റൂം, വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കുള്ള കെയർ മാത്രമേ നാളെ മുതൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആലപ്പുഴയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായി 52ഓളം കുടുംബങ്ങൾ. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 23-ാം വാർഡിലെ ജനങ്ങൾക്കാണ് റിസോർട്ട് മാഫിയയുടെ കടന്നുവരവോടെ നടവഴി പോലും നഷ്ടമാവുന്നത്. പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുരുവി ആൻഡ് കുരുവി, മാരാരി ബീച്ച് വില്ല എന്നീ സംയുക്ത സംരംഭങ്ങളുടെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ റിസോർട്ടിന്റെ ഭീമാകാരമായ കോമ്പൗണ്ട് വാൾ ഉയർന്നതോടെ ചതി മനസ്സിലാക്കിയ ജനം ഇപ്പോൾ വഴിക്കായി പരക്കം പായുകയാണ്. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം അവിടുത്തെ തീരദേശ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ 23-ാം വാർഡിലാണ് ഇത്തരത്തിലൊരു റിസോർട്ട് ആദ്യഘട്ടത്തിൽ അവർ 7 ഏക്കർ സ്ഥലം വാങ്ങുകയും പിന്നീട് അത് 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 25 ഏക്കർ സ്ഥലം അവർ വാങ്ങിയതോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള 50ഓളം കുടുംബങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. തുടക്കത്തിൽ 7 ഏക്കർ കുരുവി എന്ന ഒരു കമ്പനിയാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരാണ് ആദ്യം 7 ഏക്കർ സ്ഥലം വാങ്ങുന്നത്. തുടർന്ന് മാരാരിക്കുളം ബീച്ചിന്റെ ഭാഗം, അതായത് ബീച്ച് തൊട്ട് ഉള്ള 7 ഏക്കർ സ്ഥലമാണ് വാങ്ങിയിരുന്നത്. അവിടെ ഹട്ടുകളടക്കം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇവർ ആദ്യം റിസോർട്ട് പണിതത്. പിന്നീട് അത് ഒരു മാരാരി ബീച്ച് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഫ്ര എന്നൊരു കമ്പനി കൂടി അതിനകത്തേക്ക് വരുന്നു. അതോടുകൂടി ആ പ്രദേശത്തുള്ള ആളുകൾ നടന്നിരുന്ന വഴികൾ ഉൾപ്പെടെയുള്ള വീടുകൾ ഉൾപ്പെടുത്തി ഇവർ അത് 25 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു. ആ 25 ഏക്കർ വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ 25 ഏക്കറിനുള്ളിൽ പലയിടങ്ങളിലും ഉള്ള നടവഴികൾ ഉണ്ടായിരുന്നു. ആളുകൾ കടന്നു പോകുന്ന വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ ഭൂപ്രദേശം കൂടി അവർ വാങ്ങിയതോടെ ഈ റിസോർട്ടിന്റെ തെക്കേ എതിരായി വരുന്ന ഭാഗത്ത് ഇവർ നാട്ടുകാരുമായി ചേർന്ന് സ്ഥലം വിട്ടു നൽകാം, അങ്ങനെ നാട്ടുകാർക്ക് വഴിയൊരുക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പിന്നീട് അവർ ഈ ഭാഗം വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ ഈ സ്ഥലം വാങ്ങി 25 ഏക്കറോളം തികഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് മാരാരി ബീച്ച് മുതൽ ഒപ്പം തന്നെ അതിന്റെ കിഴക്കേ അതിരായ തീരദേശ ഹൈവേ വരെയുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തെക്കേ അതിർ ഭാഗത്ത് ചേർന്ന് നൽകാമെന്ന് പറഞ്ഞ വഴിയിൽ നിന്നും ഈ റിസോർട്ട് ഉടമകൾ പിന്മാറി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. 50ഓളം വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്കൊന്നും തന്നെ ഈ റിസോർട്ടിന്റെ ഭാഗത്ത് വഴി നൽകാത്തത് കൊണ്ട് മാത്രം ഈ 50ഓളം കുടുംബങ്ങൾക്ക് അവരുടെ പൊതുവഴി നഷ്ടമായി എന്നുള്ളതാണ്. തുടർന്ന് സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ റിസോർട്ടിന്റെ കെയർടേക്കർ അടക്കമുള്ള ആളുകൾ, അതായത് തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ ഭൂമി നോക്കി നടത്തി പോകുന്നത് എന്നാണ്. കൃത്യമായി ആരാണ് രജിസ്ട്രേഷൻ, അതായത് പുതിയ 25 ഏക്കറിലേക്ക് വന്നപ്പോൾ പഴയ കമ്പനിയുടെ രജിസ്ട്രേഷൻ രേഖകളല്ലാതെ പഞ്ചായത്തിൽ മറ്റ് രേഖകളില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തെക്കേ അതിർഭാഗത്ത് 1.5 മീറ്റർ വീതം പൊതുജനങ്ങൾ വഴി നൽകിയിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് റിസോർട്ടിന് വിട്ടു നൽകേണ്ടി വരുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് തീരദേശ ഹൈവേയോട് ചേരുന്ന ഭാഗത്ത് വീതി കുറവായി വരുന്നതിനാൽ ഈ ഒരു 1.5 മീറ്റർ 25 ഏക്കറിൽ നിന്നും ഈ 1.5 മീറ്ററോളം വരുന്ന ഭാഗം വിട്ടു നൽകാനായി തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെയാണ് ജനങ്ങൾ ആ ഒരു ചതി മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ പല വീടുകളും 25 ഏക്കറിന്റെ അകഭാഗം, അതായത് 4 വശവും റിസോർട്ടിനാൽ ചുറ്റപ്പെട്ട രീതിയിലുള്ള ഭൂമി വീടുകളും അതിനകത്തുണ്ട്. അവർ ഇതുവരെ ഈ ഭൂമി വിട്ടു നൽകാനായി റിസോർട്ടിന് വിൽക്കാനായി തയ്യാറായിട്ടില്ല. അവരെ അടക്കം സമ്മർദ്ദത്തിലാക്കി പൂർണ്ണമായും ഈ ഭൂമി കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഈ ഒരു പൊതുവഴി, അല്ലെങ്കിൽ ജനസഞ്ചാര യോഗ്യമായ ഒരു വഴി ആ റിസോർട്ടിന്റെ ഭാഗത്തുകൂടി വന്നാൽ ജനങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകില്ല എന്നുള്ളൊരു തന്ത്രം കൂടി പ്രയോഗിച്ചാണ് ഇത്തരത്തിൽ റിസോർട്ട് മാഫിയ അവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള കുടുംബങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം, ഒരു മാസ് പെറ്റീഷൻ മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ അവിടുത്തെ ജനങ്ങൾ നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് റിസോർട്ടിന്റെ തെക്കേ അതിർ ഭാഗത്ത് ചേർന്ന് അവർ വഴി നൽകാം എന്ന് പറഞ്ഞ ഭാഗത്തിന് അപ്പുറത്തേക്കും ഈ റിസോർട്ട് ഭൂമി വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നൽകാമെന്ന് പറഞ്ഞ ഭാഗത്ത് വഴി നൽകിയാൽ അത് പിന്നീട് ബാധിക്കും
എന്നതടക്കമുള്ള കണക്കുകൂട്ടലിന്റെ ഭാഗമായാണ് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായിരുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി ഉൾപ്പെടെ മാറ്റി പകരം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ഇവർ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്. അത്തരത്തിൽ ഈ 52ഓളം കുടുംബങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്ത് അടക്കം ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ റോഡ് നിർമ്മിക്കാനായി ജനങ്ങൾ വിട്ടു നൽകിയ 5 വർഷമായി ജനങ്ങൾ വിട്ടു നൽകിയ ഭൂമിയുണ്ട്. ആ ഭൂമി ഈ റിസോർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ഭൂമി നൽകാത്തത് കൊണ്ട് മാത്രം അവിടെ അനാഥമായി കിടക്കുകയാണ്. മരണം ഉൾപ്പെടെ നടന്നാൽ ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേടാണുള്ളത്. കിടപ്പ് രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ കിടപ്പ് രോഗികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രോഗാവസ്ഥ വന്നാൽ മൂർച്ഛിച്ചാൽ ആളുകളെ റോഡിലേക്ക് ചുമന്ന് കൊണ്ടുവരുന്ന ഒരു പ്രാചീന കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലെ ഈ 23-ാം വാർഡിൽ ഉള്ളവർ. എന്തായാലും അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അടക്കം ഈ സംഭവം ശരിയാണെന്ന് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്തെ പുതുതായി കടന്നു വന്ന ഒരു സംരംഭം, ആ സംരംഭം തുടങ്ങുന്നതിൽ നാട്ടുകാർക്ക് യാതൊരുവിധ പ്രതിഷേധവുമില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞതാണ് തങ്ങൾക്ക് ഈ സംരംഭം വരുന്നതിനോട് യോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി 25 ഏക്കറിനുള്ളിലൂടെ പല ഇടങ്ങളിലായി കടന്നു പോന്നിരുന്ന വഴികൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു വഴി നൽകാമെന്ന് പറഞ്ഞ അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെതിരെ, ആ വഞ്ചനയ്ക്കെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ആ പ്രദേശത്തെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവങ്ങൾ എത്തി നിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മാരാരിക്കുളത്തെ ജനങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൊടുപുഴ മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ മുനിസിപ്പാലിറ്റിയെ പഴിചാരി പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നീക്കം ചെയ്ത സ്ലാബുകൾ നഗരസഭ പുനഃസ്ഥാപിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. മുതലക്കോടത്തെ റോഡരികിലെ കുഴിയിൽ വീണാണ് 27-കാരൻ ജെയിംസ് ബെന്നി മരിച്ചത്. നിരവധി അപകടങ്ങളുണ്ടായിട്ടും കുഴി മൂടാതെ PWD കാണിച്ചത് ഗുരുതര അനാസ്ഥയെന്ന ആരോപണം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിന് PWD നൽകിയ റിപ്പോർട്ടിൽ വീഴ്ച പറ്റിയത് തൊടുപുഴ മുനിസിപ്പാലിറ്റിക്കാണെന്നാണ് വിശദീകരണം. മഴക്കാല ശുചീകരണത്തിനായി സ്ലാബുകൾ മാറ്റിയപ്പോൾ കേടുപാടുകൾ പറ്റി. ഇത് മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടും മുനിസിപ്പാലിറ്റി അവഗണിച്ചെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണ് PWD നടത്തുന്നതെന്നാണ് തൊടുപുഴ നഗരസഭയുടെ വിശദീകരണം. ഇത് അവിടെ ഒരു കലിംഗ് ഉണ്ടായിരുന്നു നേരത്തെ. അത് ഏതോ കാലത്ത് വണ്ടി ഇടിച്ച് ആ കലിംഗ് മറിഞ്ഞ് ഓടെ കിടക്കുമായിരുന്നു. എല്ലാ വർഷകാലത്തും ഈ പ്രദേശത്ത് ഈ കടകളിൽ വെള്ളം കയറും. നിരന്തരം ഈ ഇദ്ദേഹത്തിന്റെ കടയാണ് ഇദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കാണിച്ച് കഴിഞ്ഞ മുൻ കൗൺസിലറുടെ കാലത്ത് ആ ഓടയ്ക്കുള്ളിൽ കിടന്ന സ്ലാബ് എടുത്ത് കരക്കി വെച്ചു. അതാണ് നഗരസഭ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത്. അതിന് റോഡ് സൈഡിൽ കിടന്നിരുന്ന കലിങ്ങിന്റെ ഒരു സൈഡിലെ ഭിത്തിയാണ് ആ വലിയ സ്ലാബ്. ഇവിടെ നോക്കിയാൽ കാണാം. നമുക്ക് അതിന് ശേഷം അടുത്ത് കാണാം. ആ സ്ലാബ് വണ്ടി വന്ന് കയറാതിരിക്കാൻ വേണ്ടി ഇപ്പുറ സൈഡിലേക്ക് അത് JCB വെച്ച് മാറ്റി വെച്ചു. അത് പലതവണ ഈ ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി PWD ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഓട ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിയുടെയാണ്. അവർ പറഞ്ഞത് ഇത് ഓട ക്ലീൻ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി ഡ്യൂട്ടിയാണ്. പക്ഷേ ഈ സ്ലാബ് മാറ്റേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ് പറഞ്ഞിട്ട് അവർ യാതൊരു റെസ്പോണ്ടും ചെയ്തിട്ടില്ല. അപകടം നടന്ന ഭാഗത്തെക്കുറിച്ച് ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് PWD അറിയിച്ചു. റിപ്പോർട്ട് നൽകിയെങ്കിലും കുഴി മൂടാനുള്ള നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ആകെ ചെയ്തത് കുഴിക്ക് മുന്നിൽ റിബൺ വലിച്ചു കെട്ടിയത് മാത്രം. ഒരു ജീവൻ പൊലിഞ്ഞിട്ടും അത് നഗരസഭയുടെ മേൽ കെട്ടിവെച്ച് തലയൂരാനുള്ള PWD വിചിത്ര നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് 18 തൊടുപുഴ. സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞ് യാത്രികന് പരിക്ക്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് അപകടം. ഒളവണ്ണ സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഓടയിലേക്കാണ് വീണത്. ഡ്രൈവിംഗ് പരിശീലനം നടത്തിയ കാർ അലക്ഷ്യമായി സഞ്ചരിച്ചതാണ് സ്കൂട്ടർ യാത്രികനെ അപകടത്തിൽപ്പെടുത്തിയത്. കോഴിക്കോട് പാളയത്ത് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ പരിശോധന തുടരുകയാണ്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഫയർഫോഴ്സ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ കളക്ടർക്ക് കൈമാറും. തീപിടുത്തത്തിന്റെ കാരണം അറിയില്ലെന്നും റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് സംഭരിച്ച കോടികളുടെ സ്റ്റോക്ക് പൂർണ്ണമായി കത്തിനശിച്ചെന്നും ഉടമ പ്രതികരിച്ചു.
മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:30 ടൗൺ UP സ്കൂളിന് പിന്നിലെ സ്റ്റേഡിയത്തിലാണ് തീപിടുത്തമുണ്ടായത്. കരിഞ്ഞുണങ്ങിയ പുല്ലുകൾക്ക് തീപിടിക്കുകയായിരുന്നു. 1 ഏക്കറോളം വരുന്ന ഗ്രൗണ്ട് പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആർക്കും പരിക്കുകളില്ല. തീ വേഗത്തിൽ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. അപകടത്തെ തുടർന്ന് ടൗൺ UP സ്കൂളിനും അങ്കണവാടിക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചു. യാത്രക്കാരെ ഉടൻ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അമ്പാടിക്കണ്ണൻ എന്ന ബസ്സാണ് കത്തിയത്. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെ ബസിന്റെ അടിയിൽ നിന്ന് തീ ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ബസ് നിർത്തി നാട്ടുകാരുടെ സഹായത്തോടെ ആളുകളെ പുറത്തിറക്കി. ഡീസൽ പൈപ്പ് പൊട്ടിയതാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയം. തിരുവനന്തപുരം പുന്നക്കാമുകളിൽ വീടിന് തീപിടിച്ചു. പുന്നക്കാമുകൾ ആശ്രമം റോഡിലാണ് സംഭവം. ലളിത എന്ന സ്ത്രീയുടെ വീടിനാണ് തീപിടിച്ചത്. വർഷങ്ങളായി വീട്ടിൽ ലളിത ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീട്ടിനുള്ളിൽ കൂട്ടിയിട്ട നിലയിലായി. ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങിയ കടുത്ത ചൂടിന് ആശ്വാസമായി ഇന്നു മുതൽ ഞായറാഴ്ച വരെ കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിനകം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അനുബന്ധ മേഖലയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഉറപ്പ്. ഒരു ജനാധിപത്യപരവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ച ഉള്ളതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരമാണ് ഓം ബിർല ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബംഗ്ലാദേശിലെത്തി. കൊച്ചി രാജഗിരി ആശുപത്രിയിൽ ഇന്ത്യയിലെ ആദ്യ പാൻക്രിയാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. യുണൈറ്റഡ് യൂറോപ്യൻ ഗ്യാസ്ട്രോഎൻട്രോളജി പ്രസിഡന്റും സ്വീഡൻ കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊഫസറുമായ ഡോക്ടർ മാത്തിയാസ് ലോറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. രാജഗിരി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ ഭാഗമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം. രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദരരോഗ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനും സഹപ്രവർത്തകരും ചേർന്ന് തയ്യാറാക്കിയ ഡിസീസസ് ഓഫ് പാൻക്രിയാസ് എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ മലപ്പുറം കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസനും മലപ്പുറം MLA P. ഉബൈദുള്ളയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിച്ചു. മറ്റ് ജനപ്രതിനിധികളും വ്യാപാരി നേതാക്കളും ആശംസകൾ അറിയിച്ചു. വിശ്വാസത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ പ്രവർത്തനമാണ് UGSന്റെ വിജയമെന്ന് CMD അജിത് പാലാട്ട് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് UGS ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ